ഈ പ്രീ പ്രോസസ്സിംഗ് യൂണിറ്റിൽ കണ്ടിരിക്കുന്ന കാര്യത്തിന് ശേഷം നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്കാണ് വരുന്നത്. ഇതൊരു കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കാര്യം ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്. അപ്പുറത്ത് ബാക്കിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും പ്രവേശനം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റുകളിലേക്ക് പുറത്തുനിന്ന് ആർക്കും പ്രവേശനം കൊടുക്കില്ല. കാര്യം FSSAI നോംസും ടേംസ് ആൻഡ് കണ്ടീഷൻസും എല്ലാം കൃത്യമായി പാലിക്കണമെന്ന് നിർബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. കാര്യം ഈ ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് 24 മണിക്കൂറും വെബ്സൈറ്റിലൂടെ ലോകത്തിലിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ലൈവ് ക്യാമറയായിട്ട് കാണാവുന്നത് കൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഇതെല്ലാം ചെയ്യുന്നത്. അതാണ് പ്രീ പ്രോസസ്സിംഗ് യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് വരുന്നത്. വരും, ഞാൻ കാണിച്ചത്. സർ, നമ്മളിപ്പോൾ പ്രീ പ്രൊഡക്ഷൻ സ്റ്റെപ്സ് ഒക്കെ കണ്ടു. ഇത് പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ്. നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ പ്രീ പ്രൊഡക്ഷൻ ഇത് 3 വിങ് ആയിട്ടാണ് നമുക്കിത് തിരിക്കാൻ പറ്റുക. ഒന്നാമത്തത് ഈ പൈനാപ്പിളിൻ്റെ പ്രോസസ്സിംഗ് ലൈൻ, രണ്ടാമത്തത് കരിമ്പിൻ്റെ പ്രോസസ്സിംഗ് ലൈൻ, മൂന്നാമത്തത് ഇഞ്ചിയുടെയും കാന്താരിയുടെയും പ്രോസസ്സിംഗ് ലൈൻ. ഇത് കഴിഞ്ഞ് 4ാമത് ഇതിൻ്റെ പാക്കിംഗ് ലൈൻ, പിന്നെ 5ാമത് ഇതിൻ്റെ സ്റ്റോറേജ് ലൈൻ, 6ാമത് അതിൻ്റെ ലാബ് ടെക്നോളജികളും ബാക്കിയുള്ള അസസ്മെൻറ്റ് ലൈൻ. ഇങ്ങനെ 5 ഭാഗങ്ങളായിട്ടാണ് നമുക്കിത് തിരിച്ചിരിക്കുന്നത്. അതിൽ പൈനാപ്പിളിൻ്റെ പ്രോസസ്സിംഗ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പ്രീ പ്രോസസ്സിംഗിൽ നിന്ന് വരുന്ന പൈനാപ്പിൾ ഇതിൽ സിട്രിക് ആസിഡാണ് നമ്മൾ നടക്കുക. ഈ സിട്രിക് ആസിഡിലാണ് നമ്മൾ ഈ ഒരു കാര്യം അവിടുന്ന് കോസ്റ്റിക് സോഡയിൽ ക്ലീൻ ചെയ്തിരിക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് ഇതിൽ സിട്രിക് ആസിഡ് നിറച്ച് അതിലൂടെ കഴുകും. ഇതിലൂടെ കഴുകിയതിന് ശേഷം ഈ ഇവിടെ കളക്ട് ചെയ്യപ്പെടുന്നതായിട്ടുള്ള പൈനാപ്പിളുകൾ ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇവിടെ വെച്ച് സ്ലൈസ് ആക്കും. ഇത് സ്ലൈസ് ആക്കിയതിന് ശേഷമാണ് ഇതാണ് ജ്യൂസിങ് മെഷീൻ. ഈ ജ്യൂസിങ് മെഷീനിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നു. ആ ജ്യൂസിങ് മെഷീനിൽ ഫീഡ് ചെയ്തതിന് ശേഷം അവിടുന്ന് എടുക്കുന്ന ജ്യൂസ് കംപ്ലീറ്റ് ഇവിടെ ഒരു ട്രേ വെച്ച് കളക്ട് ചെയ്തതിന് ശേഷം ഇത് ഈ പ്രീ ഹോമോജനൈസേഷൻ ടാങ്കിലേക്ക് ഇവിടെ നിന്ന് നിറയ്ക്കും. ഇതാണ് പൈനാപ്പിളിൻ്റെ പ്രോസസ്സ്. ഇതിലേക്കാണ് ഇനി മറ്റ് സാധനങ്ങളൊക്കെ വരുന്നത്. ഇതിൽ 2ാമത്തെ ഭാഗമായിട്ടുള്ള ഇഞ്ചിയുടെ ഇത് കാണിച്ചു തരാം. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഇഞ്ചി പൂർണ്ണമായും നമ്മൾ ഈ ജിഞ്ചർ വാഷറിലിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ജിഞ്ചർ മാഷറാണ്. ഈ മാഷറിലിട്ട് നന്നായി അരച്ചെടുക്കും. ഇതിൽ കാന്താരിയും ഇട്ട് അതും മാഷ് ചെയ്ത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഈ ഹോട്ട് പാനിലേക്ക് നമ്മൾ നിറയ്ക്കുക. ഈ ഹോട്ട് പാൻ 1 മണിക്കൂർ നേരത്തേക്ക് ഇഞ്ചിയും കാന്താരിയും പച്ചവെള്ളവും കുറച്ച് പഞ്ചസാരയും ചേർത്ത് നന്നായി തിളപ്പിക്കും. ഇത് തിളപ്പിക്കുന്നത് ഇതേപോലെ ടിൽറ്റ് ചെയ്തെടുത്ത് ഈ വരുന്ന ചണ്ടി മുഴുവനായും ഇതിലേക്കിട്ട് ഇതുകൊണ്ട് പിഴിഞ്ഞ് അതും എടുക്കും. ഈ എടുക്കുന്നതെല്ലാം നമ്മൾ നേരിട്ട് കൊണ്ടുപോകുന്നതും അതും ആ ടാങ്കിലേക്കാണ് പോകുന്നത്. ഈ പ്രോസസ്സ് ഞങ്ങൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. ഇതാണ് ഇഞ്ചിയുടെ പ്രോസസ്സ്. ഇനി അടുത്തത് നമുക്ക് കരിമ്പിൻ്റെ പ്രോസസ്സിലേക്ക് പോകാം. ഇനി അടുത്ത പ്രോസസ്സ് നമ്മുടെ കരിമ്പ് ഇവിടെ കൊണ്ടുവന്ന് ഈ 2 മെഷീനിലും വെച്ചാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുക. ഈ 2 മെഷീനിൽ നിന്നും പിഴിഞ്ഞെടുക്കുന്ന ജ്യൂസ് പൂർണ്ണമായും ഈ മോട്ടറിൻ്റെ സഹായത്തോടുകൂടി ഇത് ഫിൽറ്ററാണ്. ഈ ഫിൽറ്ററിലൂടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായും ഈ ബോയിലർ ടാങ്കിലേക്ക് കയറും. ഈ ബോയിലർ ടാങ്ക് തെർമിക് ഓയിൽ നിറച്ചിരിക്കുന്ന ബോയിലർ ടാങ്കാണ്. ഇതിൻ്റെ ടെമ്പറേച്ചർ വന്ന് 180 ഡിഗ്രിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ 180 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ ഇവിടെ ആ മോണിറ്റർ ചെയ്യുന്ന എത്ര ജ്യൂസ് ഉണ്ടോ അത്രയും ജ്യൂസിനെ പകുതിയാക്കുന്ന പാകത്തിലേക്ക് എത്തിക്കുന്നു. ഇതും നമ്മൾ നേരത്തെ കണ്ട പ്രീ ഹോമോജനൈസേഷൻ ടാങ്കിലേക്കാണ് അടിക്കുന്നത്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോസസ്സ് ഈ യൂണിറ്റിൻ്റെ നടക്കുന്നത്. അവിടെ നിന്നും കരിമ്പിൻ്റെയും ഇവിടെ നിന്നും പൈനാപ്പിളിൻ്റെയും അവിടെ നിന്നും ഇഞ്ചിയുടെയും കാന്താരിയുടെയും എല്ലാം ജ്യൂസുകളെ നമ്മൾ ഈ പ്രീ ഹോമോജനൈസേഷൻ ടാങ്കിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പ്രീ ഹോമോജനൈസേഷൻ ടാങ്കിൽ ഇതിൻ്റെ അകത്ത് വെച്ചാണ് നമുക്ക് ടേസ്റ്റ് കറക്ഷനും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ നടത്തുക. ഇതിൻ്റെ pH നോക്കുന്നതും TDS നോക്കുന്നതും അസിഡിറ്റി നോക്കുന്നതും എല്ലാം ഈ ഒരു ടാങ്കിൻ്റെ അകത്ത് വെച്ചാണ്. ഇതിനെ ഫിസിക്കലായിട്ട് നമ്മൾ ടേസ്റ്റും കറക്റ്റ് ചെയ്തതിന് ശേഷം അത് നേരെ ഈ ബോയിലർ ടാങ്കിലേക്കാണ് നമ്മൾ കൊടുക്കുക. ഈ ബോയിലർ ടാങ്കിൽ 75 ഡിഗ്രി സെൽഷ്യസിൽ 2.5 മണിക്കൂർ നേരത്തോളം ഈ മിശ്രിതത്തെ പൂർണ്ണമായും ഞങ്ങൾ തിളപ്പിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഈ മിശ്രിതത്തിനെ നേരെ ഹോമോജനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്കാണ് കൊണ്ടുപോവുക. ഈ ഹോമോജനൈസർ ഉപയോഗിച്ചുകൊണ്ട്
തുടർച്ചയായും ആ ജ്യൂസിനെ സർക്കുലേറ്റ് ചെയ്യുകയും ആ സർക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 4 മണിക്കൂറോളം നമ്മൾ ഈ പ്രോസസ്സിന് തന്നെ എടുക്കുന്നുണ്ട്. ഇവിടുന്ന് ഹോമോജനൈസ് ചെയ്ത് കഴിഞ്ഞത് നേരെ ഈ സ്റ്റെറിലൈസറിലേക്ക് വരും. ഈ സ്റ്റെറിലൈസറിൽ മൊത്തം 190 ഡിഗ്രി മുതൽ 200 ഡിഗ്രി വരെ ആണ് ടെമ്പറേച്ചർ വരിക. അതിൻ്റെ തൊട്ട് താഴെ തണുത്ത വെള്ളം കൊണ്ടുവന്ന് നമ്മൾ പെട്ടെന്ന് തണുപ്പിക്കുകയും ചെയ്യും. ഇതാണ് സ്റ്റെറിലൈസിങ് പ്രോസസ്സ്. ഈ സ്റ്റെറിലൈസിങ് പ്രോസസ്സ് വരെയാണ് ഇതിൻ്റെ ടോട്ടൽ പ്രോസസ്സിങ് എന്ന് പറയുന്ന മെത്തേഡ് നടക്കുക. ഈ പ്രോസസ്സിങ് മെത്തേഡിന് ശേഷമാണ് ഇനി നമുക്ക് ഫില്ലിംഗ് മെത്തേഡുകളിലേക്ക് കടക്കുന്നത്.